പി.എ. മുഹമ്മദ് റിയാസിനെതിരെ താൻ പറഞ്ഞത് തന്റെ ബോധ്യത്തിൽ നിന്നാണെന്ന് പി.വി. അൻവർ. വിമർശനം വ്യക്തിപരമല്ല. മുഹമ്മദ് റിയാസിനെ ഒരേ സമയം മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കിയതിലുമാണ് എതിർപ്പെന്നും പി.വി. അൻവർ 24-നോട് പറഞ്ഞു. താനും പി ജയരാജനും തമ്മിൽ അവിശുദ്ധ ബന്ധമില്ല എന്നും ആരോപണങ്ങളിൽ പി ജയരാജന് ബന്ധമില്ല എന്നും അൻവർ വ്യക്തമാക്കി. മന്ത്രിയാകാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്, ഒരു തർക്കമില്ല. അദ്ദേഹം പാർട്ടിയിലെ വിപ്ലവ പോരാട്ടം നടത്തി വന്നത് എന്നാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവാണ്, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ മന്ത്രിയാകുകയും ഒരുപാട് സീനിയർ ലീഡേഴ്സ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മന്ത്രിപ്പണിയും ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് പണിയും കൂടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ടത് ഇരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എൻ്റെ ഈ ഫീലിംഗ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകാൻ മാത്രമേ ഈ ഒരു തീരുമാനം സ്വാധീനിക്കുള്ളൂ. ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു റിയാസ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ. ഞാൻ ജയരാജേട്ടനെ കാണുന്നത് നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടീച്ചർക്ക് വേണ്ടി വടകര 2 ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. ആ സമയത്താണ് ആ സാധുവിനെ കണ്ടിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് ഞാൻ വിളിക്കാൻ പോലും നിന്നിട്ടില്ല. ഇപിനെ വിളിച്ചിട്ടില്ല. ആ സാധു ഈ പാർട്ടിയിൽ നിന്ന് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം എനിക്ക് വിളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല അല്ല. പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ നടക്കുന്ന സമയത്ത് ഇവരെയൊക്കെ വിളിച്ചാൽ അത് വേറെ ഒരാവശ്യമില്ലാതെ മനസാ വാചാ കർമ്മണ ഈ കാര്യം അറിയാത്ത ആളാണ് പി ജയരാജ് സഖാവായാലും ഇ പി ജയരാജ് സഖാവായാലും. അതുകൊണ്ട് എനിക്ക് അടുപ്പക്കാരെ പോലും ഞാൻ വിളിക്കാതിരുന്നതാണ്.